ദേവോത്സവമായി നടത്തിയ ദൈവത്തിന്റെ സന്നിധിയിൽ നാം ഒന്നിച്ചായിരിക്കുമ്പോൾ കർത്താവിൽ ഞാൻ ദയാളിയായിരുന്നു എന്ന് ബോധ്യമുള്ള ദൈവമക്കളായ നമുക്ക് എല്ലാവർക്കും കരം ഉയർത്തിയത് നമുക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവം നൽകിയതായ ജയങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യാം. ഇതേപോലെ എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ വന്ദനങ്ങൾ നൽകുന്നു. ഒരവസരം കൂടി എനിക്ക് നിങ്ങളുടെ മുമ്പാകെ സങ്കീർത്തനമായി നിൽപ്പാൻ ദൈവ അവസരം നൽകിയതോടൊപ്പം ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. സാധാരണ എനിക്ക് സമയം ലഭിക്കുമ്പോഴൊക്കെ ഞാൻ പറയാറുള്ളതുപോലെ ഇന്ന് ആവർത്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇന്ന് ഓൽക്കാലം ഇവിടെ നമ്മളെല്ലാവരും വലിയവനായിട്ടുള്ളത് നമ്മുടെ കർത്താവിന്റെ പ്രസൻസ് അനുഭവിച്ചുകൊണ്ട് ആ കർത്താവിന്റെ സന്നിധിയിൽ സന്തോഷിപ്പാനെക്കൊണ്ടും ഇതുപോൽക്കാലം നമുക്ക് എല്ലാവർക്കും ഇടയാക്കുന്നതിന് വേണ്ടി നമുക്ക് ആ പ്രാർത്ഥനയോട് ദിവസമല്ലായിരിക്കാം. കർത്താവിന്റെ സന്നിധിയിൽ നാം വായിച്ചതായ ഭാഗത്ത് സങ്കീർത്തനത്തിൽ അതിന് 4-ാം വാക്യം വീണ്ടും ഒന്ന് വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. സത്യനിമിത്തം ഉയർത്തേണ്ടതിന് നീ നിന്റെ ഭക്തന്മാർക്ക് ഒരു കൊടി നൽകിയിരിക്കുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവമക്കളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മീതെ ഒരു കൊടിയുണ്ട്. തിരുവെഴുത്ത് വായിക്കുന്നത് ആ കൊടി നമ്മുടെ മീതെ പിടിച്ചിരിക്കുന്നത് സർവശക്തനായ നമ്മുടെ ദൈവമാണ്. ഹല്ലേലൂയ. ആ കൊടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അത് സ്നേഹത്തിന്റെ കൊടിയാണ്. ഹല്ലേലൂയ. ലോകത്തിൽ സകല ജാതികൾക്കും എല്ലാ രാജ്യങ്ങൾക്കും ഓരോ കൊടികളുണ്ട്. ദൈവജനം പഠിക്കുമ്പോൾ പ്രാചീന കാലം മുതൽ തന്നെ കൊടികളുടെ പ്രചാരം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സംഖ്യാപുസ്തകത്തിലേക്ക് തിരിയുമ്പോൾ 2-ാം അധ്യായത്തിൽ അതിന്റെ ആരംഭ ഭാഗത്ത് ഇസ്രായേൽ ജനം പാളയം ഇറങ്ങുന്ന സന്ദർഭത്തിൽ അവർ ഓരോ കൊടി കീഴിൽ പാളയം ഇറങ്ങണം എന്നുള്ളത് പ്രതിപാദിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ കൊടിയുടെ അടയാളം കാണുമ്പോൾ, ആ കൊടി കാണുമ്പോൾ ഇന്ന ഇന്ന ഗോത്രങ്ങളാണ് അവയിൽ പാളയം അടിച്ചിരിക്കുന്നതെന്ന് അവൻ വാക്കും ഭാഷണവും കൂടാതെ മനസ്സിലാക്കുവാൻ കഴിയും. ഈ കൊടിക്ക് പല അർത്ഥങ്ങളുണ്ട്. അതായത് മഹാനായ അലക്സാണ്ടറിന്റെ കാലത്ത് യുദ്ധത്തിന് വേണ്ടി കടന്നു പോകുമ്പോൾ 3 കൊടികൾ തന്റെ പക്കൽ ഉണ്ടായിരുന്നു. ഒന്ന് വെള്ളക്കൊടി. ആദ്യം ശത്രു സൈന്യത്തെ കാണുമ്പോൾ വെള്ളക്കൊടി വീശി. അതിന്റെ അർത്ഥം നിങ്ങൾ കീഴടങ്ങിയാൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടെന്നാണ്. അടുത്തത് ചുവന്ന കൊടി നീട്ടും. അതിന്റെ അർത്ഥം കീഴടങ്ങിയില്ലെങ്കിൽ മൃഗങ്ങളെയും സകല വൃക്ഷങ്ങളെയും ഞങ്ങൾ നശിപ്പിക്കും. മൂന്നാമതായിട്ട് കറുത്ത കൊടിയാണ്. സകലത്തെയും നശിപ്പിക്കും. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ ജനമായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പുതിയ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേക എല്ലാ കാലത്തുള്ള ദൈവത്തെ സംബന്ധിച്ചിടത്തോളം നാം പാളയം ഇറങ്ങിയിരിക്കുന്നത് കൊടിയുടെ കീഴിലാണ്. നമുക്കുള്ള കൊടി അവൻ ദൈവം തന്നിരിക്കുന്നത് സത്യ നിമിത്തം ഉയർത്തേണ്ടതിന് വേണ്ടിയാണ്. ഇവിടെ പറഞ്ഞ സത്യത്തിന്റെ കൊടിയാണ്. എന്താണ് സത്യം? ആരാണ് സത്യം എന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ കർത്താവ് ലോകത്തിലായതൊക്കെ പറഞ്ഞു, സത്യത്തിന് സാക്ഷി നിൽക്കുവാൻ ഞാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. മറ്റൊരു സന്ദർഭത്തിൽ കർത്താവ് പറഞ്ഞു,
ജനം എവിടെ കൂടി വന്നാലും അവിടെ ഉയർന്നിരിക്കുന്ന കൊടി എന്ന് പറയുന്നത് സത്യത്തിന്റെ കൊടിയാണ്. ആ സത്യത്തിന്റെ കൊടിക്കീഴിൽ ഇരുന്ന് ദൈവത്തിന്റെ ജനം ആരാധിക്കുമ്പോൾ അതിനൊരു ചൈതന്യമുണ്ട്, അവിടെ ഒരു ശക്തിയുണ്ട്. ആ കൊടി കാണുമ്പോൾ ശത്രു നടുങ്ങുന്നു എന്നാണ് നാം ദൈവത്തിൽ വായിക്കുന്നത്. നമ്മളെ മീതെ ഉയർന്നിരിക്കുന്ന കൊടി, അല്ലെങ്കിൽ നാം ഇന്ന് പോൽക്കാലം ഏത് കൊടി ഉയർത്തി ആരാധിക്കുന്നുവോ ആ കൊടി കാണുമ്പോൾ നമ്മുടെ ആരാധനയ്ക്കെതിരായി വ്യാപരിക്കുന്ന നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ചിന്താമണ്ഡലങ്ങളിലും നമ്മുടെ നിരൂപണങ്ങളുടെ മണ്ഡലങ്ങളിൽ വ്യാപരിക്കുന്ന ഇരുളിന്റെ ശക്തികൾ തകരപ്പെടുന്നത് അവൻ നാം ഉയർത്തുന്ന സത്യത്തിന്റെ കൊടി കാണുമ്പോഴാണ്. നാം ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നമ്മൾ എവിടെയാണ് ഇരിക്കുന്നത്, എന്തിന്റെ കീഴിലാണ് നാം ആയിരിക്കുന്നത് എന്നുള്ളതായ ഒരു വലിയ ചിന്ത നമ്മയുടെ ഉള്ളത്തിൽ ധരിക്കുവാൻ നമുക്ക് ഇടയായി തീരുമാറാകട്ടെ. അവൻ നഷ്ടബോധങ്ങളുടെയും നിരാശകളുടെയും ചഞ്ചല ഹൃദയത്തിന്റെയും നാളെ എന്താകും, ഇന്നാർക്ക് എന്ത് സംഭവിക്കും എന്നുള്ള നിരൂപണത്തിന്റെയും അനുഭവത്തിലല്ല ഇന്ന് വാൽക്കാലമായിരിക്കേണ്ടത്. അവൻ നമ്മുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും നമുക്ക് ജയം തരുവാൻ കഴിയുന്ന, ഒരിടത്തും നമുക്ക് താഴ്ച ഭവിക്കാൻ അനുവദിക്കാമെന്ന, നമ്മെ നാൾക്കുനാൾ ജയോത്സവമായി നടത്തുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിനായ വരങ്കരങ്ങൾ നമുക്ക് വേണ്ടി ഉയർത്തപ്പെട്ടിരിക്കുന്നു. ആ കൊടി നമ്മുടെ ഉയർന്നിരിക്കുന്നതായ വലിയ നിർണയത്തോട് നിശ്ചയത്തോടുള്ളതായിരിക്കുമ്പോൾ ഇതുപോലെ ദൈവസിംഹത്തെ സന്തോഷിപ്പാൻ, ദൈവസിംഹത്തെ നമുക്ക് ആനന്ദിപ്പാൻ ഇടയായി തീരണം. അവൻ നമ്മുടെ മീതെ ഉയർത്തപ്പെട്ടിരിക്കുന്ന, നമ്മുടെ മധ്യ ഉയർത്തപ്പെട്ടിരിക്കുന്ന സത്യത്തിന്റെ കൊടിക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. അവൻ ഈ ദൈവത്തിന്റെ ജനം കൂടി വരുന്നിടത്തൊക്കെ ദൈവജനത്തിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും എല്ലാ മണ്ഡലങ്ങളിലും അവൻ ഈ കൊടി ഉയർത്തപ്പെട്ടിരിക്കുന്നത് വിശ്വാസത്തിന്റെ കണ്ണാൽ നമുക്ക് കാണാൻ കഴിയും. നമുക്കറിയാം, അതായത് അറിയാവുന്ന കാര്യം ഞാൻ സൂചിപ്പിക്കാൻ പോവുകയാണ്. മല്ലനായ ഗോലിയാത്ത് തന്റേതായ കൊടിയുമായി നിന്നുകൊണ്ട് അവൻ അഭിഷക്തനായ ദാവീദിനെ അല്ലെങ്കിൽ ദൈവത്തിന്റെ ജനത്തെ വെല്ലുവിളിക്കുമ്പോൾ അവൻ ഗോലിയാത്തിന്റെ കൊടിയേക്കാൾ വ്യത്യസ്തമായ ഒരു കൊടിയുമായി അവൻ അത് ഗോലിയാത്തിന് കാണുവാൻ കഴിഞ്ഞില്ലെങ്കിലും ദാവീദിന്റെ മുമ്പിലേക്ക് ആദ്യം ഗോലിയാത്ത് പറയുന്നത്, നീ ഒരു വഴിയും പേരുമായി എന്റെ നേരെ വരുന്നു പോകും. എന്നാൽ ദാവീദ് പറയുന്നത്, നീ എന്നെ നോക്കുമ്പോൾ കാണുന്നത് ഒരു വഴിയും പേരുമായിരിക്കാം, പക്ഷെ നിനക്ക് കാണുവാൻ കഴിയാത്ത ഒന്ന്. ഹല്ലേലൂയ. ആമേൻ. ഒന്ന് എന്റെ മക്കളുണ്ട്, എന്നോട് കൂടെ ഉണ്ട്. ഞാൻ വരുന്നത് ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളെ യഹോവയുടെ നാമത്തിൽ നിങ്ങളെ വരുന്നു. അത് ദാവീദ് കണ്ടത് ഗോലിയാത്തിന്റെ കയ്യിലുള്ളതായ ആമേൻ ആ പരിചയോ വാളോ അവനുള്ളതായ ഗതയോ ഒന്നുമല്ല ദാവീദ് കണ്ടത്. ദാവീദ് കണ്ടത് അവന്റെ മീതെ സ്വർഗ്ഗസ്ഥ ദൈവം ഉയർത്തപ്പെട്ടിരിക്കുന്ന അവൻ ആ ജയത്തിന്റെ കൊടി അവൻ കണ്ടു. അതുകൊണ്ടാണ് മരുഭൂമിയിൽ വെച്ച് മോശ പറഞ്ഞത്, യഹോവ നിശി, ദൈവം നമ്മുടെ കൊടി. ഏത് പ്രതിസന്ധി മധ്യത്തിലായിരിക്കുമ്പോഴും അതിന്റെ മധ്യത്തിൽ പിടിച്ചു നിൽക്കുവാൻ നമുക്ക് കഴിവില്ല എന്ന് നമുക്ക് തോന്നിയാലും, നാം തളർന്നു പോകുമെന്ന് ഇവിടെ അവസാനിക്കുമെന്ന് ചിന്തിച്ചാലും, ദൈവമക്കളായ നാം ഒരു കാര്യം ഓർത്തുകൊള്ളണം, നമ്മൾ ചിന്തിക്കുന്ന സ്ഥാനത്ത് നമ്മൾ അവസാനിക്കയില്ല. ഇവിടെ നമ്മൾ തളർന്നു പോവുകയില്ല. അവൻ ഹല്ലേലൂയ. പലതും കണ്ടിട്ടും പലതും കേട്ടിട്ടും അവൻ മാനുഷിക നിലയിൽ കണക്കുകൾ കൂട്ടിക്കൊണ്ട് അവൻ തീരും, അവൻ അവസാനിക്കും, അവൻ പരാജയമായി തീരും, ആരംഭിച്ചത് അവസാനിപ്പിക്കാൻ കഴിയില്ല എന്നൊക്കെ ശത്രു നമ്മുടെ ഉള്ളിൽ അവൻ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് അവൻ സംശയങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തുകൊള്ളണം, അവൻ ഹല്ലേലൂയ, നാം ആരെയും കണ്ടിട്ടല്ല നമ്മുടെ കർത്താവിനെ സേവിപ്പാൻ ഇറങ്ങിയത്.
ദൈവസഭയിൽ എപ്പോഴും ഉയർന്നിരിക്കണം. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ കൊടി ഉയർന്നിരിക്കണം. 74 സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത്, അതിൻ്റെ 4-ാം വാക്യം വായിച്ചാട്ടെ. 74 Psalm 74. ഇവിടെ പറയുന്നത്, നിന്റെ വൈരികൾ നിന്റെ സമാഗമന സ്ഥലത്തിന് നടുവിൽ എന്ത് ചെയ്യുന്നു? അലറുന്നു. അവരുടെ കൊടികളെ അവരെന്ത് ചെയ്തിരിക്കുന്നു? അടയാളമായി നാട്ടിയിരിക്കുന്നു. എങ്ങനെയാണ് ദൈവത്തിൻ്റെ ജനത്തിൻ്റെ മധ്യയിൽ, അല്ലെങ്കിൽ ദൈവസഭയിൽ, അല്ലെങ്കിൽ ദൈവമക്കളുടെ ജീവിതത്തിൽ വൈരി അവൻ്റെ കൊടി ഉയർത്തിയത്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നാം ഉയർത്തേണ്ട കൊടി നമ്മൾ ഉയർത്താതിരുന്നാൽ വൈരിയായവൻ അവൻ്റെ കൊടി ഉയർത്തും. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടി ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മൾ ഉയർത്തുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു കൊടിയുണ്ട്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലായാലും കുടുംബ ജീവിതത്തിലായാലും സഭാ ജീവിതത്തിലായാലും നമുക്ക് ഉയർത്തുവാൻ ദൈവം നൽകിയിരിക്കുന്ന കൊടിയുണ്ട്. ആ കൊടി ഉയരുന്നില്ലെങ്കിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ശത്രുവായവൻ, വൈരിയായവൻ അവൻ്റെ കൊടി അവിടെ നാട്ടും. അവിടെ സ്വസ്ഥതയുണ്ട്. അവൻ്റെ കൊടി ഉയർത്തി കഴിഞ്ഞാൽ പിന്നെ അവിടെ സ്വസ്ഥത ഉണ്ടാകത്തില്ല, അവിടെ സമാധാനം ഉണ്ടാകത്തില്ല, അവിടെ സന്തോഷം ഉണ്ടാകത്തില്ല. ഇന്ന് പോൽക്കാലം ദൈവസ്ഥലായിരിക്കുന്ന പ്രിയ ദൈവമക്കളെ, നമ്മൾ ഉയർത്തേണ്ട കൊടി നമുക്ക് ഉയർത്തുവാൻ കഴിയുന്നില്ലെങ്കിൽ വൈരി അവൻ്റെ കൊടി നാം കൊടി ഉയർത്തേണ്ട സ്ഥാനത്ത് കൊണ്ട് നാട്ടിക്കഴിഞ്ഞാൽ അവിടെ അസ്വസ്ഥതകളായിരിക്കും ഉണ്ടാകുന്നത്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലായാലും കുടുംബജീവിതത്തിലായാലും സഭാജീവിതത്തിലായാലും നാം വളരെ ശ്രദ്ധിക്കണം. ഈ ദിവസങ്ങളിൽ നമ്മുടെ മധ്യ ഉയർന്നിരിക്കേണ്ടത് സത്യനിമിത്തം ഉയർത്തുവാൻ നമുക്ക് തന്ന കൊടിയായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ആ കൊടിയുമായി മുൻപോട്ട് പോകുമ്പോൾ എത്ര ശക്തിയുള്ള വൈരികളെ കാണുമ്പോൾ നമുക്ക് പാടാൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമുക്ക് ആർപ്പിടുവാൻ കഴിയും. ആർപ്പിട്ട് കഴിയുമ്പോഴാണ് ഏത് മതിലുകളും തകരുന്നത്. ഇന്ന് പോൽക്കാലം ദൈവസന്നിധിയിൽ ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ മൗനമായിരിക്കുവാൻ പറഞ്ഞെങ്കിൽ മൗനമായിരുന്നോണം. പക്ഷെ ആരാധിക്കാൻ വന്നത് ജയത്തിന്റെ ഉല്ലാസത്തിന്റെ ഘോഷങ്ങൾ ഉയർത്തിയിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. ആ ജയ ഉല്ലാസങ്ങളുടെ ഘോഷം നമ്മൾ ഉയർത്തുമ്പോൾ വൈരിയുടെ സകല കോട്ടകളും ഇടിയപ്പെടുവാൻ ഇടയായി തീരും. ഭക്തന്മാർ പാടി, നിരനിര നിരയായി അണിനിരന്നിടുവിൻ കുരിശിൽ പടയാളികളെ, നിര നിര നിരയായി അണിനിരന്നിടുവിൻ കുരിശേൻ. ഓ ജയ 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 കാഹളമോദിടും ജയ വീരനാമേശു. ഹല്ലേലൂയ, ജയ 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 വീരനാമേ ശോവിന് യഹോവ. ഹല്ലേലൂയ. വിശുദ്ധ അവനവകാശമാം ജനം നാം യഹോവ. ഹല്ലേലൂയ. ജയവീരനായ നമ്മുടെ കർത്താവ് നമ്മുടെ മുൻപിൽ എപ്പോഴുമുണ്ട്. ആ ജയത്തിൻ്റെ കൊടി നമ്മുടെ മീതെ എപ്പോഴും നമ്മുടെ കർത്താവ് ഉയർത്തിയിട്ടുണ്ട്. ആ കൊടി ഉയർന്നിരിക്കുന്ന കാലത്തോളം വൈരിക്ക് നമ്മുടെ മധ്യേ അവൻ്റെ കൊടി നാട്ടുവാൻ കഴിയത്തില്ല. നമ്മുടെ പിതാക്കന്മാർ ആ ജയത്തിൻ്റെ കൊടിയുമായി മുൻപോട്ട് യാത്ര ചെയ്തപ്പോൾ 114 സങ്കീർത്തനത്തിൽ നാം വായിക്കുന്ന എങ്ങനെയാണ്? സമുദ്രമേ നീ പിൻവാങ്ങുന്നതെന്ത്? കുന്നുകളെ നിങ്ങൾ കുഞ്ഞാടുകളെ പോലെയും പർവ്വതങ്ങളെ നിങ്ങൾ മുട്ടാടുകളെ പോലെയും തുള്ളുന്നതെന്ത്? എന്തുകൊണ്ടാണ് പർവ്വതങ്ങളും കുന്നുകളും ഒക്കെ മുട്ടാടുകളെ പോലെയും കുന്നുകളെ പോലെയും തുള്ളുവാനിടയായി തീർന്നത്? എന്തുകൊണ്ടാണ് സമുദ്രം പിൻവാങ്ങുവാനിടയായി തീർന്നത്?
നരികൾ വഴി മാറിക്കൊടുക്കാനിടയായിത്തീരുന്നത് എന്തുകൊണ്ടാണ്? ആമേൻ, ഹല്ലേലൂയ. ജയത്തിൻ്റെ കൊടിയുമായി ആമേൻ ഓരോ ആമേൻ ഗോത്രങ്ങളും കുടുംബമായി ആമേൻ ഗോത്രമായി കൊടിയടയാളങ്ങളുടെ പിന്നിൽ അവർ യാത്ര ചെയ്തപ്പോൾ അവർ കടന്നു ചെന്ന സ്ഥാനത്ത് ആമേൻ സമുദ്രം പിന്മാറിക്കൊടുത്തു. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ അതിനുവേണ്ടി വലിയ ഭഗീരഥ പ്രയത്നം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ദൈവം നമുക്ക് ഉയർത്താൻ തന്നിരിക്കുന്ന ജയത്തിൻ്റെ കൊടിയുമായി നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ വിശുദ്ധിയുടെയും വേർപാടിൻ്റെ അനുഭവത്തിൽ രഹസ്യവും പരസ്യമായ മേഖലകളിൽ ചെറിയവരോടും വലിയവരോടും ആമേൻ വിശ്വസ്തരായി ആമേൻ മുന്നേറുമ്പോൾ നമ്മുടെ മുൻപിൽ ആമേൻ അടിപതറാതെ ഒരു ശക്തി ഉണ്ടായിരിക്കുകയില്ല. ഒരു ശക്തിക്ക് നമ്മുടെ മുമ്പിൽ നിൽക്കുവാൻ കഴിയത്തില്ല. ആമേൻ. ഇത്രത്തോളം നമ്മെ ജയോത്സവമായി നടത്തിയ സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ സമ്പൂർണ്ണമായി നമുക്ക് പരമേൽപ്പിക്കാം. ഇന്ന് പകൽക്കാലം നമ്മുടെ കരങ്ങൾ ഉയർത്തി നമുക്ക് ഒരിക്കൽ കൂടി ദൈവത്തെ സ്തുതിക്കാമല്ലോ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.